ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഏകദേശം 3000-ൻ്റെ അടുത്ത് ഒഴിവുകളാണ് ഇപ്പോൾ അവർ റീസെൻ്റായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാതും തന്നെ സർക്കിൾ ബേസ്ഡ് ഓഫീസർ പോസ്റ്റാണ്. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 48,000 രൂപയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സ് തീർച്ചയായിട്ടും മറക്കാതെ അപ്ലൈ ചെയ്യുക. ഈ ഒരു മാസം ഫുള്ളുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാവരും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. കേരളത്തിലും ഏകദേശം 100-ൽ പരം ഒഴിവുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാതും തന്നെ ഇന്ത്യയിലെ പല പല സ്റ്റേറ്റ്സിലാണ് ഒഴിവുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഡിവിഷനിലാണോ അല്ലെങ്കിൽ ഏത് പ്ലേസിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു പ്ലേസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റിട്ടൺ എക്സാമും ഒപ്പം തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുശേഷമായിരിക്കും കാൻഡിഡേറ്റ്സിന് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലിക്കേഷൻ ഫീസും ഈടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ റീസെൻ്റായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. രാജ്യത്തെ വിവിധ സർക്കിളുകളിലായി ഏകദേശം 3000-ൻ്റെ അടുത്ത് ഒഴിവുകളാണുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കേരളമുണ്ട്. കേരളത്തിൽ ഏകദേശം 116 ഒഴിവുകളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രിലിമിനറി എക്സാം നടക്കുന്നത് ജൂലൈയിലായിരിക്കും. മാത്രമല്ല കേരളത്തിലെ വിവിധ ജില്ലകളായിട്ട് 9 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഈ ഒരു എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനു വേണ്ടിയിട്ട് 9 പരീക്ഷാ കേന്ദ്രങ്ങളാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളത്. ഇതിൻ്റെ അകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഏത് സർക്കിളാണോ അവിടെയായിരിക്കും പോസ്റ്റിംഗ് ലഭിക്കുന്നത്. അതല്ലാതെ തന്നെ വേറൊരു സംസ്ഥാനത്തിലേക്ക് നമുക്കത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ പോസ്റ്റ് അലൗഡ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിൻ്റെ ശമ്പളം വരുന്നത് തുടക്കത്തിൽ തന്നെ 48,480 രൂപയാണ് അടിസ്ഥാന ശമ്പളം. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും കാണാനായിട്ട് സാധിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കറൻറ്റ് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വാക്കൻസിയാണ്. അവിടെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് മുകളിലെ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് അപ്ലൈ ചെയ്യാം. അതല്ല ഓൾറെഡി മുൻപ് ഇതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ മറ്റുള്ള ഏതെങ്കിലും പോസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ആ സെയിം ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമുക്കത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ എൻജിനീയറിംഗ് ആയാലും അതല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഏതെങ്കിലും ഡിഗ്രി സ്ട്രീം ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മളിതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പുറമെ ഏതെങ്കിലും റീജിയണൽ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ബാങ്കിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കായിരിക്കും ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന് പുറമേ തന്നെ ഏത് പ്ലേസ് ആണോ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ പ്രാദേശിക ഭാഷയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. 30 വയസ്സിന് മുകളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിലോട്ട് വരാം. ഓൺലൈനായിട്ടുള്ള പ്രിലിമിനറി എക്സാം ഉണ്ട്, അതിനുശേഷം സ്ക്രീനിങ് ഉണ്ട്, അതിനുശേഷം ഇൻ്റർവ്യൂ, അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ പ്രാദേശിക ഭാഷ പരിശോധിക്കുന്നതിനുള്ള വേറൊരു എക്സാമും കൂടിയിട്ടുണ്ട്. ഇപ്പം നമുക്കൊക്കെ ആണെങ്കിൽ മലയാളത്തിലുള്ള എക്സാം ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സിനെ. അവർക്കായിരിക്കും അതാത് സർക്കിളിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ എക്സാമിലോട്ട് പോവാം. എക്സാം ഇത്രയും സെക്ഷൻസ് ആണ് പ്രിലിമിനറി എക്സാമിൽ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ബാങ്കിങ് നോളേജ്, ജനറൽ അവെയർനെസ് ഓർ എക്കണോമി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെ മൊത്തം 120 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും. തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കും ഈടാക്കും. അപേക്ഷാ ഫീസ് 750 രൂപയാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഫിൽ ചെയ്ത് നമ്മുടെ സ്കാൻഡ് കോപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. 750 രൂപയാണ്
എല്ലാ കാറ്റഗറീസിനും ഇനി പിന്നോക്ക വിഭാഗക്കാർക്കാണെങ്കിൽ അവർക്ക് ഫീസൊന്നും ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ ഇവരുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ അങ്ങനത്തെ കാര്യങ്ങളുടെ കൂടെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ നമുക്ക് കറുത്ത മഷി കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ഫോമും കൂടിയിട്ടുണ്ട്. അതിൻ്റെ മാതൃക നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് എഴുതിയിട്ട് അതും കൂടെ ചേർത്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വന്നിട്ട് മെയ് 29 അതിന് മുൻപേ തന്നെ എല്ലാ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാജുവേഷനും അതുപോലെ തന്നെ ഏതെങ്കിലും ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള 2 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു അവസരമാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിൻ്റെ വേക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.